എല്ലാവർക്കും മെഷീൻ ടൂൾസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് മെഷീൻ ടൂൾസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പോകണം. നമ്മൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തിയറി ക്ലാസ്സുകളിലൊക്കെ 7 മാർക്കിൻ്റെയും അതുപോലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് ക്വസ്റ്റ്യൻസും നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി പോയി. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 7 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോ ക്ലാസ് ചെയ്യുന്ന സമയത്തും അത് ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന ഇയറിൽ ചോദിച്ചെന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ അറിയാം നമുക്ക് 1 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 7 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നോക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകാം. അഥവാ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു 8ഓളം ക്ലാസ്സുകൾ നമ്മൾ തിയറി ക്ലാസ്സുകളിൽ ഇപ്പോൾ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മളെല്ലാം കൃത്യമായിട്ടും അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ടൈപ്പ് ഓഫ് ചിപ്പ്. ഓക്കെ, നെയിം ദ ടൈപ്പ് ഓഫ് ചിപ്പ് ഫോംഡ് വൈൽ മെഷീനിങ് വിത്ത് ഡക്റ്റൈൽ മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽസ് മെഷീൻ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ചിപ്പ് ഫോർമേഷനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ, ഏത് ടൈപ്പ് ചിപ്പാണ് ഫോം ചെയ്യുക. ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആകുമ്പോൾ കണ്ടിന്യൂസ് ചിപ്സാണ് ഉണ്ടാകുന്നത് അല്ലേ. നമ്മളത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 6ാമത്തെ 7ാമത്തെ 8ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ 6ാമത്തെ 7ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്തുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരെ എന്താണ്, കണ്ടിന്യൂസ് ചിപ്സ് ആയിരിക്കും. ഡക്റ്റൈൽ മെറ്റീരിയൽസ് മെഷീൻ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ചിപ്സാണ് വരിക. എന്നാൽ ബ്രിട്ടിൽ മെറ്റീരിയൽസിലാകുമ്പോൾ എന്തായിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ആയിരിക്കും വരിക. ഓക്കെ, അതുപോലെ കണ്ടിന്യൂസ് ചിപ്സ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് വരുന്ന കേസും ഉണ്ട്, അതും നമ്മൾ ആ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, 2ാമത്തെ ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ഓഫ് എ കട്ടിംഗ് ടൂൾ ടു മെയിൻറ്റെയിൻ എ ഷാർപ്പ് കട്ടിംഗ് എഡ്ജ് ഈസ് കോൾഡ്. ഓക്കെ, അപ്പോൾ ഒരു കട്ടിംഗ് ടൂളിൻ്റെ ഒരു എബിലിറ്റിയാണ് അല്ലെങ്കിൽ ഒരു കഴിവിനെ കുറിച്ചാണ് ചോദിച്ചുള്ളത്. എന്ത് കഴിവിനെ കുറിച്ചാണ്? മെയിൻറ്റെയിൻ എ ഷാർപ്പ് കട്ടിംഗ് എഡ്ജ്. അപ്പോൾ ഷാർപ്പ് കട്ടിംഗ് എഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കട്ടിംഗ് ടൂളിൻ്റെ എബിലിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം കട്ടിംഗ് ടൂളിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കട്ടിംഗ് ടൂളിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് അല്ലേ. ഹാർഡ്നെസ് ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ, ഹാർഡ്നെസ്, കാരണം വർക്ക് പീസിനേക്കാളും എപ്പോഴും ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം കട്ടിംഗ് ടൂൾ വരേണ്ടത്. സോ അപ്പോൾ നമുക്ക് ഹാർഡ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതോ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആൻസർ പറഞ്ഞാൽ ശരിക്കും റെഡ് ഹാർഡ്നെസ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ കൂടുന്നതനുസരിച്ച് നമുക്കറിയാം കട്ടിങ് ആക്ഷൻ നടക്കുമ്പോൾ അഥവാ മെഷീനിങ് പ്രോസസ് നടക്കുന്ന സമയത്ത് നമ്മുടെ വർക്ക് പീസിൻ്റെയും അതുപോലെ തന്നെ ടൂളിൻ്റെ ഒക്കെ ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ കൂടുന്ന സമയത്തും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ അതിൻ്റെ ഹാർഡ്നെസ്സോ അല്ലെങ്കിൽ കട്ടിങ് എഡ്ജിൻ്റെ എന്ത് ചെയ്യുക, അത് പൊട്ടിപ്പോകാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ എബിലിറ്റിയുടെ പേരാണ് റെഡ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ റെഡ് ഹാർഡ്നെസ് ആണ്. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ 3 വർഷങ്ങളായി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി, റെഡ് ഹാർഡ്നെസ് ആണ് അതിൻ്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ലേത്ത് ഓപ്പറേഷൻ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ ഫ്ലാറ്റ് സർഫസ് അറ്റ് ദ എൻഡ് ഓഫ് ദ വർക്ക് പീസ്. അപ്പോൾ വർക്ക് പീസിൻ്റെ എൻഡിൽ, അതായത് വർക്ക് പീസ് ആണെങ്കിൽ ആ വർക്ക് പീസിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ ഈ എൻഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്ക് പീസിൻ്റെ എൻഡിൽ ഫ്ലാറ്റ് സർഫസ് ഉണ്ടാക്കുക അല്ലേ. ഫ്ലാറ്റ് സർഫസ് ഉണ്ടാക്കുന്ന പ്രോസസ് ഏതാണ്, അത് ഫേസിങ് ആണ് അല്ലേ. എന്നാൽ നമ്മുടെ ആ ഒരു വർക്ക് പീസിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ അല്ലേ, പെർപെൻഡിക്കുലറായിട്ട് ഈ ഡയറക്ഷനിലേക്ക് ടൂൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ ടേണിങ് പ്രോസസ്സാണ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ലെയ്ത്തിൽ ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലെയ്ത്തിൻ്റെ ആനിമേഷൻ നോക്കി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ആ ക്ലാസ്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ 3 കളറിൽ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ 3 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, അടുത്തൊരു 3 ക്വസ്റ്റ്യൻസ് അടുത്ത ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്, അതേപോലെ ഈ 2 ക്വസ്റ്റ്യൻസ് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മാർക്കിൻ്റെ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 2ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ്, 2ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, നെയിം ദ ടൈപ്പ് ഓഫ് ചിപ്പ് ഫോംഡ് വൈൽ മെഷീനിങ് വിത്ത് ബ്രിട്ടിൽ മെറ്റീരിയൽസ്.
അപ്പം നമ്മൾ ആലോചിച്ച് നോക്കട്ടോ. അതായത് നമ്മൾ MSMൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ ഒരേ പാറ്റേൺ ആണ് ശരിക്കും ഫോളോ ചെയ്യുന്നത് അല്ലേ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ നമ്മൾ ചോദിച്ചുള്ളത്, അവിടെ ചോദിച്ചത് നെയിം ദ ടൈപ്പ് ഓഫ് ചിപ്പ് ഫോംഡ് വൈൽ മെഷീനിങ് വിത്ത് ഡക്റ്റൈൽ മെറ്റീരിയൽസ്. ഡക്റ്റൈൽ മെറ്റീരിയൽസ് മെഷീൻ ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ചിപ്പാണ് ഫോം ചെയ്യാം. എന്നാൽ അതേപോലത്തെ സെയിം ക്വസ്റ്റ്യനാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ്, ഇവിടെ ഡക്റ്റൈലിന് പകരം ബ്രിട്ടിൽ മെറ്റീരിയൽ ആയെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ്റെ മീനിങ്ങും എന്താണ്, സെയിം തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പം ഏത് രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ എക്സാമിനെ ഫോക്കസ് ചെയ്യേണ്ടതെന്ന കാര്യം നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ കുറച്ച് അധികം മനസ്സിലാക്കി വെക്കേണ്ടത്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ് ഏതാണെന്നൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഏതാണ് ബ്രിട്ടിൽ മെറ്റീരിയൽസ് മെഷീൻ ചെയ്യുമ്പോൾ ഏത് ചിപ്പാണ് ഫോം ചെയ്യുക, ഡിസ്കണ്ടിന്യൂസ് ചിപ്സാണ് ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏസ് വിത്ത് വിച്ച് എ ഗിവൺ മെറ്റീരിയൽ മേ ബി വർക്ക്ഡ് വിത്ത് എ മെഷീൻ ടൂൾ ഈസ് കോൾഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാലും മനസ്സിലാവും ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ തൊട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പോലെ തന്നെ ഒരു എബിലിറ്റിയെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ. അവിടെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഒരു കട്ടിംഗ് ടൂളിൻ്റെ എബിലിറ്റിയെ കുറിച്ച് ചോദിച്ചു അല്ലേ, ഷാർപ്പ് കട്ടിംഗ് എഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് ഹാർഡ്നെസ് ആണ് പഠിച്ചു. എന്നാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ വെച്ചുള്ളത്, ദ ഏസ് വിത്ത് വിച്ച് എ ഗിവൺ മെറ്റീരിയൽ മേ ബി വർക്ക്ഡ് വിത്ത് എ മെഷീൻ ടൂൾ ഈസ് കോൾഡ്. അതായത് ആ ക്വസ്റ്റ്യൻ മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു മെഷീൻ ടൂൾ ഉപയോഗിച്ച് നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് given material may be worked with a machine tool is called the ace with which, അതായത് ഒരു മെറ്റീരിയലിന് ഒരു മെഷീൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യാനുള്ള ആ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു മെറ്റീരിയലിൻ്റെ കഴിവ് അല്ലെങ്കിൽ മെറ്റീരിയൽ കഴിവല്ല, ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മെഷീൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആ മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മറ്റൊരു ഷേപ്പിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ കട്ട് ചെയ്യാനോ അതിൽ ഡിസൈൻ മാറ്റാനോ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് മെറ്റീരിയലിൻ്റെ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, മെറ്റീരിയലിൻ്റെ എന്താണ്, അത് മെറ്റീരിയലിൻ്റെ ഒരു മെഷീനബിലിറ്റി എന്നാണ് പറയുക. അതായത് മെഷീനിങ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്, ഒരു മെറ്റീരിയൽ മെഷീനിങ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ മെഷീനബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരിക മെഷീനബിലിറ്റിയാണ്. ഓക്കെ, മെഷീനബിലിറ്റിയാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഞാൻ പറഞ്ഞ പോലെ രണ്ട് ക്വസ്റ്റ്യനും ഒരു എബിലിറ്റിയെ കുറിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഏത് രീതിയിലാണ് നമ്മൾ ഓരോ ടോപ്പിക്കും ഫോക്കസ് ചെയ്ത് പോകേണ്ടതെന്നുള്ളത്. ഓക്കെ, മെഷീനബിലിറ്റിയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നമുക്കിനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ലെയ്ത്ത് ഓപ്പറേഷൻ യൂസ്ഡ് ടു എംബോസ് എ ഡയമണ്ട് ഷേപ്പ്ഡ് പാറ്റേൺ ഓൺ ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ്. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല അല്ലേ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നെയിം ദ ലെയ്ത്ത് ഓപ്പറേഷൻ അല്ലേ, അതും അവിടെയും ഒരു ലെയ്ത്ത് ഓപ്പറേഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഒരു ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് പീസിൻ്റെ എൻഡിൽ ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെയ്ത്ത് ഓപ്പറേഷൻ ഏതായിരുന്നു, അത് ഫേസിംഗ് ആണ്. അതേപോലെ തന്നെ ലെയ്ത്ത് ഓപ്പറേഷനിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, എന്താണ്, എംബോസിങ് ഡയമണ്ട് ഷേപ്പ്ഡ് പാറ്റേൺ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ, എന്താണ് ഡയമണ്ട് ഷേപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഒരു ഗ്രിപ്പ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ, അതിൻ്റെ പേരാണ് എന്താണ്, അത് നേളിംഗ് ആണ്. KNURLING, നേളിംഗ് പ്രോസസ്സാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യനും കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻസും എന്താണ്, ഒരേ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും മാക്സിമം 3 മാർക്ക് തന്നെ വെച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിശ്വാസം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, the angle formed between the tool face and line parallel to the base is called dash angle. അപ്പോൾ നമ്മുടെ ടൂൾ സിഗ്നേച്ചറൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ക്ലാസ്സിലോ രണ്ടാമത്തെ ക്ലാസ്സിലോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ് ആ ടൂളിൻ്റെ സിഗ്നേച്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ ബാക്ക് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ, അതുപോലെ നമ്മൾ ഓരോ പാർട്ടിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, നിങ്ങൾക്ക് പക്ഷേ ഓർമ്മ പറയാൻ പറ്റും, അത് ബാക്ക് റേക്ക് ആംഗിളാണ്. ഓക്കെ, ബാക്ക് റേക്ക് ആംഗിൾ. അപ്പോൾ ഓർമ്മയില്ലാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ടോപ്പിക് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദ ടൂൾ ഫേസും അതുപോലെ തന്നെ ബേസിന് പാരലായിട്ടുള്ള ലൈനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ബാക്ക് റേക്ക് ആംഗിളാണ്. ഓക്കെ, ബാക്ക് റേക്ക് ആംഗിളാണ്. ബിറ്റ്വീൻ ദ ടൂൾ ഫേസ് ആൻഡ് ലൈൻ പാരലൽ ടു ദ ബേസ് ഈസ് കോൾഡ്. അപ്പോൾ ബേസിന് പാരലായിട്ടുള്ള ലൈനും ടൂൾ ഫേസും തമ്മിലുള്ള ആംഗിൾ ബാക്ക് റേക്ക് ആംഗിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നെയിം എനി 2 ടൈപ്സ് ഓഫ് ലെയ്ത്ത്. ഓക്കെ, ഏതെങ്കിലും 2 ടൈപ്പ് ലെയ്ത്ത്സിൻ്റെ പേര് പറയുന്നത് നമുക്കറിയാം. ക്യാപ്സ്റ്റാൻ ലെയ്ത്ത് ഉണ്ട്, എൻജിൻ ലെയ്ത്ത് ഉണ്ട്, ബെഞ്ച് ലെയ്ത്ത് ഉണ്ട്, ടൊററ്റ് ലെയ്ത്ത് ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ലെയ്ത്തിനെ കുറിച്ച് അതിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഈസി ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്ക് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും.
ഇതിൽ 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാൽ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ മൊത്തം നോക്കുക, നമുക്ക് നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ് എല്ലാം അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വാങ്ങാൻ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു വലിയ ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇത് നമ്മുടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കാം. ഇവിടെ ഞാൻ കളർ മാറ്റി കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഈ 2 ക്വസ്റ്റ്യൻസ് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഈ 2 ക്വസ്റ്റ്യൻസ് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ള കാര്യം. കാരണം അല്ലേ, നമ്മൾ ഓർത്തോഗണൽ കട്ടിങ്ങും ഒബ്ലിക് കട്ടിങ്ങും പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് പോയത്. സോ നമ്മൾ ഇനി വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാൻ, വീണ്ടും നിങ്ങൾ ആ ടോപ്പിക് ഒന്ന് വേണമെങ്കിൽ ഒന്നൊരു ക്ലാസ് കണ്ടിട്ടോ അല്ലെങ്കിൽ PDF വായിച്ചിട്ടോ എന്ത് ചെയ്യാമെന്നുകൊണ്ട് ഓർത്ത് വെക്കുക. പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് ലെയ്ത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതും നമുക്കറിയുന്ന കാര്യമാണ്, നേരത്തെ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫൈൻ കട്ടിംഗ് സ്പീഡ്, ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് ഫുഡ്. ഇത് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം. പിന്നെ കട്ടിംഗ് ടൂൾ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അതുപോലെ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ സെയിം ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, ഒബ്ലിക് കട്ടിങ്ങും ഓർത്തോഗണൽ കട്ടിങ്ങും. പിന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്താണ്. എന്താണ് നമ്മുടെ പ്രോബ്ലം, VT/N അല്ലെങ്കിൽ VT/N എന്ന് പറയുന്ന ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലമാണ്. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അതവിടെ 3 മാർക്കിനാണ് ചോദിച്ചുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ആ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ 3 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലെയും എല്ലാ ടോപ്പിക്കും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞ സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ ഇനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ടോപ്പിക്ക് പഠിക്കുമ്പോഴേ പറഞ്ഞു പോയതായിരിക്കും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം. ഇവിടെ 3 കളറിൽ കൊടുത്തിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് ലേബൽ ദ ടൂൾ നോമെൻക്ലേച്ചർ ഓഫ് സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ 2ാമത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളിനെ പഠിച്ചുള്ളത്. നമ്മളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ വരച്ച് പഠിച്ചതാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ ചിപ്പ് ഫോർമേഷനെ കുറിച്ച് നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടാണ് ആ ടോപ്പിക്ക് പഠിച്ചുള്ളത്. പിന്നെ അടുത്ത 7 മാർക്കിൻ്റെ പ്രോബ്ലം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടുള്ള പ്രോബ്ലമാണ്, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അവിടെ ലെയ്ത്ത് വരച്ചിട്ട് അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്യാനുള്ളതാണ്. അതും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ലെയ്ത്ത് വരയ്ക്കുന്ന അടക്കമുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും എന്താണ് അതൊക്കെ നമ്മൾ ഓൾറെഡി റിവൈസ് ചെയ്ത അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. എന്താണ്, ടൂൾ സിഗ്നേച്ചറിനെ കുറിച്ചാണ്. സിംഗിൾ പോയിൻറ്റ് കട്ടിൻ്റെ ടൂൾ സിഗ്നേച്ചറാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യനാണ്. 7 മാർക്കിൻ്റെ പ്രോബ്ലം, വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 8ാമത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ഡിവൈസ് പഠിക്കുമ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ ഏതൊരു ക്ലാസ്സിൽ 6ാമത്തെ 7ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ടേപ്പർ ടേണിംഗ് ബൈ ടൈൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡും ഫോം ടൂൾ മെത്തേഡും അതുപോലെ തന്നെ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ടോപ്പിക്ക് പഠിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം. ഓക്കെ, അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിലും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളത് നോക്കാം. ഡിസ്ക്രൈബ് ടൂൾ നോമെൻക്ലേച്ചർ ഫോർ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ് നമ്മുടെ ഈ ടൂളിൻ്റെ നോമെൻക്ലേച്ചർ, സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളിൻ്റെ ടൂൾ നോമെൻക്ലേച്ചർ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന കാര്യം മനസ്സിലാക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ എ ലെയ്ത്ത്. അപ്പോൾ ലെയ്ത്തിൽ ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഓപ്പറേഷനെ കുറിച്ചാണ്. അത് നമ്മൾ കഴിഞ്ഞ 6ാമത്തെ 7ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അത് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചുള്ളത്. അതുപോലെ എക്സ്പ്ലെയിൻ ടേപ്പർ ടേണിംഗ് ബൈ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻ്റെ വേറെ ടൈപ്പാണ് ഇത് ടൈൽ സ്റ്റോക്ക് മെത്തേഡ്, സെറ്റ് ഓവർ മെത്തേഡ് പഠിച്ചു. അതിൻ്റെ കൂടുതലാണ് കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് നമ്മൾ ടോപ്പിക്ക് പഠിക്കുമ്പോൾ പറഞ്ഞു പോയതാണ്. ഓക്കെ, സ്കെച്ച് ആൻഡ് ലേബൽ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് സെൻട്രൽ ലെയ്ത്ത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ് അല്ലേ, ഇവിടെ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലെയ്ത്ത് വരച്ചിട്ട് പാർട്സ് മാർക്ക് ചെയ്യുക. നമ്മൾ സെൻട്രൽ ലെയ്ത്ത് വരയ്ക്കാനുള്ള ഈസിയസ്റ്റ് മെത്തേഡൊക്കെ നമ്മൾ വരച്ചിട്ട് പഠിച്ചാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മെഷീൻ ടൂൾസ് പാസ്സാവെന്ന് പറയുന്നത് ഫസ്റ്റ് മോഡൽ സംബന്ധിച്ച് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും, നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് വരുന്നത്. നമുക്ക് എന്താ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഈ ക്ലാസ്സിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.